So welcome back to a new video guys. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ ഐ പാസ്ഡ് എ ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് ഇൻ ജസ്റ്റ് 11 ഡേയ്സ്. അപ്പോൾ ഒരു 11 ദിവസത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് ചെയ്യാൻ പാസ്സായിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തതാണ്. ഒരു 90% ട്രേഡേഴ്സും ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവർ ആ ഒരു ചലഞ്ച് ബ്രീച്ച് ചെയ്യാറാണ് ചെയ്യാറ്. ഓക്കെ, സോ അപ്പോൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓക്കെ, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ റോൾ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് എങ്ങനെ പാസ്സാക്കി എടുക്കാം, ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ എപ്പോഴും ഒരു ചലഞ്ചായിട്ട് കാണണം. മോസ്റ്റ്ലി ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് ഗ്യാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. കാരണം അവരെല്ലാം ഒരു സിസ്റ്റം ഉണ്ടാകത്തില്ല. അതായത് ആൾക്കാർ സിസ്റ്റം ബേസ്ഡ് ആയിട്ട് ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു ഓക്കെ ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കി കഴിഞ്ഞാൽ പേ ഔട്ട് എടുക്കാം, കാശ് കിട്ടും എന്നുള്ളൊരു ജസ്റ്റ് ഒരു മൈൻഡ് സെറ്റിൽ മാത്രം ജസ്റ്റ് ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് ഗ്യാമ്പിൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാമ്പിൾ ചെയ്യുന്ന സമയത്ത് 99% ഓഫ് ദ ടൈമും നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. ഓക്കെ, ജസ്റ്റ് ഒരു 1% ചിലപ്പോൾ നമ്മൾ ആ ഒരു ചലഞ്ച് പാസ്സായിരിക്കും, ബട്ട് ഒരു 99% സമയങ്ങളിൽ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് പാസ്സാവാം. ഓക്കെ, സോ ഈ ഒരു അക്കൗണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോണ്ടക്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു 5K ചലഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, പാസ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയസ് ഉള്ളത്, ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കോണ്ടക്കെയിലോട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ഞാനിവിടെ QT പവർ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ചലഞ്ചാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ അകത്ത് 5K അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് phase 1 ഉണ്ട്, phase 2 ഉണ്ട്. സോ phase 1 പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് 6% ആണ്. അതായത് നമ്മുടെ അക്കൗണ്ട് സൈസിൻ്റെ 6%. നോർമലി ഫേംസിലൊക്കെ വരുമ്പോൾ 8% ആയിരിക്കും phase 1. ഇതിൻ്റെ അകത്ത് 6% ആണ് അതിൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റ് കിടക്കുന്നത്. സോ 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $5,000 $300. ആൻഡ് phase 2 6% ആണ്. ഓക്കെ, നോർമലി ബാക്കിയുള്ള ഫേംസിൽ phase 2 പോകുമ്പോൾ 5% ആയിരിക്കും, ഇവിടെ 6% ആണ്. ടോട്ടൽ ഒരു 12%. ഓക്കെ, പിന്നെ പറഞ്ഞത് ഡെയിലി ഡ്രോഡൗൺ, അതായത് ഒരു ദിവസം നമുക്ക് മാക്സ് ലോസ് ചെയ്യാൻ പറ്റുന്നത് 4%, അതായത് $200. പിന്നെ മാക്സ് ഡ്രോഡൗൺ ഇവിടെ 8% ഉള്ളൂ. അതായത് ടോട്ടൽ നമുക്കവിടെ ലോസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് സൈസിൻ്റെ 8% ആയിരിക്കും. സോ 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $400, $5,000. പിന്നെ ഇവിടെ ഒരു റൂൾ ഉണ്ട്, കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. 35% ആണ് ഇവിടുത്തെ കൺസിസ്റ്റൻസി റൂൾ. ഓക്കെ, എന്താണ് കൺസിസ്റ്റൻസി റൂൾ എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിലോട്ട് പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ പേ ഔട്ട്സ് ഓൺ ഡിമാൻഡ് ആണ്. പിന്നെ ഇവിടെ ന്യൂസ് റൂൾ ഇല്ല. ഓക്കെ, ന്യൂസ് ടൈമിന് ട്രേഡ് ചെയ്യാം. പിന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത് 80% ആണ്. പിന്നെ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ചിൻ്റെ ഫീസ് വരുന്നത് $15. ഓക്കെ, ഒരു $15 to $16 അകത്ത് നമുക്ക് ആ ഒരു ചലഞ്ച് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് ഞാൻ ഈ ഒരു ചലഞ്ച് പാസ്സായിട്ടുള്ളത്, ഈ ഒരു ചലഞ്ച് പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്തൊക്കെ ടെക്നീക്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ടിപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഓരോ ഫേസിലും അതിൻ്റെ ഡാഷ്ബോർഡിലോട്ട് പോയിട്ട് തന്നെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് phase 1 നോക്കാം. സോ phase 1 നമുക്ക് വേണ്ട പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $300 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 4 days. ഓക്കെ, പിന്നെ ഇവിടെ കൺസിസ്റ്റൻസി പറഞ്ഞത് 35% ആണ്. സോ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ്, $300, 6%. അപ്പോൾ ആ ഒരു $300 35%. ഓക്കെ, $300 35% എന്ന് പറഞ്ഞാൽ $105. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഒരിക്കലും $105 എക്സീഡ് ചെയ്യാൻ പാടില്ല. $105 മുകളിൽ പോകാൻ പാടില്ല. സോ മുകളിൽ പൊക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, മുകളിൽ പൊക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 300 ജസ്റ്റ് 350 360 400 ഒക്കെ ആവും. ഓക്കെ, നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും ഒരു $105 അകത്ത് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളത് 4 ദിവസമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജസ്റ്റ് ആ ഒരു ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 27th അത് ബൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അന്ന് ട്രേഡ് ഉണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ട്രേഡ് പറഞ്ഞത് 28th. സോ 28th ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു $102, അതായത് 5K അക്കൗണ്ട് ആകുമ്പോൾ ഒരു 2% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 29th നോക്കുവാണെങ്കിൽ അന്ന് ട്രേഡ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ $0 ആണ് അന്നത്തെ പ്രോഫിറ്റ്. പിന്നെ നെക്സ്റ്റ് ട്രേഡ് വരുന്നത് 30th, അതായത് May 30th. ഓക്കെ, സോ 30th നോക്കുവാണെങ്കിൽ എനിക്ക് അവിടെ ഒരു 98%, അതായത് എൻ്റെ ഒരു ക്ലോസ് ടു 2% പ്രോഫിറ്റ്. പിന്നെ 31st നോക്കുവാണെങ്കിൽ അന്ന് ട്രേഡ് ഇല്ല. ആൻഡ് June 1st നോക്കുവാണെങ്കിൽ അന്നും ട്രേഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 4% പ്രോഫിറ്റ് ഞാൻ അവിടെ ജനറേറ്റ് ചെയ്തു. എനിക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, ഒരു 2% കൂടെ എനിക്ക്
പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ മതി. അപ്പം നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സെക്കൻഡ്, അതായത് ജൂൺ 2-നാണ് നെക്സ്റ്റ് ട്രേഡ് കിട്ടിയിട്ടുള്ളത്. അന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു $102 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 3 കൺസിക്യൂട്ടീവായിട്ട് 3 വിന്നിങ് ഡേയ്സ് കിട്ടി. സോ 3 വിന്നിങ് ഡേയ്സ് കിട്ടിയപ്പോൾ എനിക്ക് അവിടെ 6% പ്രോഫിറ്റ് കയറി. അതായത് ഞാനിപ്പോൾ എൻ്റെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്യണത് 1% ആയിരിക്കും. ഓക്കെ, സോ ഞാനൊരു ട്രേഡിൽ 1% റിസ്ക് ചെയ്യണമെങ്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്യണത് എത്ര ആയിരിക്കും, അതിൻ്റെ 2 ടൈംസ്, അതായത് 2%. സോ $50 ഞാൻ റിസ്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ട്രേഡ് എൻ്റെ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ എന്ത് കിട്ടണം, എനിക്ക് അവിടെ ഒരു $100 പ്രോഫിറ്റ് അവിടെ എനിക്ക് കിട്ടണം. ഞാൻ റിസ്ക് ചെയ്യണ എമൗണ്ടിൻ്റെ 2 ടൈംസ് ആയിരിക്കണം എപ്പോഴും എൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 ദിവസം ട്രേഡ് ചെയ്ത സമയങ്ങൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ 2%, 2%, 2%. ഓക്കെ, റിസ്ക് ചെയ്തിട്ടുള്ളത് ഞാൻ 1% ആണ്. ഓക്കെ, അപ്പോൾ ബട്ട് എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സെക്കൻഡിന് പാസ്സായിട്ടില്ല. കാരണം അവിടെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 4 days ആണ്. അപ്പോൾ ഒരു ദിവസം കൂടെ ട്രേഡ് ചെയ്താൽ മാത്രമേ ഞാൻ പാസ്സാകത്തുള്ളൂ. അപ്പോൾ ജൂൺ 3 ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ട്രേഡ് ഇട്ടു. എനിക്ക് ആ ഒരു ട്രേഡ് ജസ്റ്റ് ഒരു 0.17 പ്രോഫിറ്റിൽ എൻഡ് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ എൻ്റെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഹിറ്റ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൺസിസ്റ്റൻസി സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 33.83% ആണ്. അതായത് 35%-ൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ 35% ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. സോ കാരണം 35% ഞാൻ എപ്പോഴും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു $105 താഴെയാണ് ഞാൻ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു കൺസിസ്റ്റൻസി സ്കോറും എനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു phase 1 അങ്ങനെ പാസ് ചെയ്തു. സോ phase 1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ ഒരു ഞാനിവിടെ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICDയുടെ മാക്രോ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ആ ഒരു സ്ട്രാറ്റജിയുടെ ഒരു ഗ്ലിംസ് തരുവാണെങ്കിൽ, ഓക്കെ, ഞാൻ എല്ലാ ട്രേഡ്സും നമ്മുടെ ഡിസ്കോഡിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി ഡിസ്കോഡ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇതൊരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. എൻ്റെ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് മാക്സിമം 2 hours. അതായത് ഒരു ദിവസം ഞാൻ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണത് ജസ്റ്റ് 2 hours ആണ്. സോ ലണ്ടൻ സെഷൻ്റെ അകത്ത് ഒരു 1 hour, ന്യൂയോർക്കിൽ ഒരു 1 hour അങ്ങനെ. ഓക്കെ, സോ ലണ്ടൻ സെഷൻ്റെ അകത്ത് എൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12:15 to ഒരു 1:15 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 PM ആ ഒരു സമയം വരെയൊക്കെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യാറ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് റിവേഴ്സൽ ആ ഒരു മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. സ്ട്രിക്ട്ലി ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അതിനിവിടെ ഒരു ഹാർഡ് ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്കാൽപ്പിംഗ് ആണ്. എൻട്രീസ് പറഞ്ഞ് 1 minute-ലാണ്. ഓക്കെ, ഞാനിവിടെ ഹാർഡ് ടൈം ഫ്രെയിം ആയിട്ട് 4 hour-ഉം 15 minute യൂസ് ചെയ്യും. ആ ഒരു 4 hour-ഉം 15 minute അലൈൻ ചെയ്യുന്ന സമയത്ത് 1 minute ഈ പറഞ്ഞ പോലെ സ്വീപ്പ് ആൻഡ് റിവേഴ്സൽ. എൻ്റെ എൻട്രി മോഡൽ പറയുന്നത് ഒരു ബ്രേക്കർ ബ്ലോക്ക് എൻട്രി മോഡലാണ്. സോ ബേസിക്കായിട്ടൊരു സ്ട്രാറ്റജിയുടെ ജസ്റ്റ് ഒരു ഗ്ലിംസ് തരുവാണെങ്കിൽ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, ടൈം ബേസ്ഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും 1:2 RR ആണ് എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ പറഞ്ഞത്. അതായത് 1% റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2% ടാർഗറ്റ്. അതായത് 5 pips ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 10 pips ആയിരിക്കും എൻ്റെ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ ഞാനിവിടെ ICDയുടെ മാക്രോ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പെയർ മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു കറൻസി പെയർ മാത്രമാണ് ഞാനിവിടെ ട്രേഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ ഓർഡർ ലിസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. EUR/USD, 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 EUR/USD. അതായത് EUR/USD മാത്രമേ ഇവിടെ ഉള്ളൂ. സോ വേറെ ഒരു കറൻസി പെയർ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ട്രേഡ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ട്രേഡ് ചെയ്യുന്നത് ഒരു കറൻസി പെയർ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, മാക്രോ സ്കാൽപ്പിംഗ്, അതും EUR/USD മാത്രം. ഓക്കെ, സോ ഇത് ഞാൻ പറഞ്ഞു വരാൻ കാരണം നിങ്ങൾ ഒരുപാട് പേഴ്സിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-2 പേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്ട്രാറ്റജി അതിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കുക. സോ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചെയ്യണത് സ്കാൽപ്പിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ട്രേഡ് ഡ്യൂറേഷൻ എപ്പോഴും ലോ ആയിരിക്കും. അതായത് എൻ്റെ ഒരു മാക്സ് ഒരു ട്രേഡിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ഒക്കെ വരുന്നത് ജസ്റ്റ് ഒരു 50, ഒരു ആവറേജ് മാക്സ് ടൈം വരുന്നത് ജസ്റ്റ് ഒരു 15 minutes ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഫസ്റ്റ് ട്രേഡ് ഒരു 8 minutes ആണ്, സെക്കൻഡ് ട്രേഡ് 6 minutes ആണ്, തേർഡ് ട്രേഡ് 12 minutes ആണ്, പിന്നെ 9 minutes, 30 minutes, 2 minutes. അതായത് ഞാൻ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. ഓക്കെ, എൻ്റെ അതുപോലെ തന്നെ സോ phase 1 എന്ത് ചെയ്തു, നമ്മളങ്ങനെ പാസ് ചെയ്തു. ഓക്കെ, നമുക്കൊരു 3 കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിന്നിങ് ഡേയ്സ് കിട്ടി. 6% പ്രോഫിറ്റ് ടാർഗറ്റിലോട്ട് എത്തി. നമ്മൾ phase 1 അവിടെ പാസ് ചെയ്തു. പിന്നെ നമ്മൾ പോകണം എങ്ങോട്ടാണ്, പിന്നെ നമ്മൾ പോകണത് നേരെ phase 2-ലോട്ടാണ്. സോ phase 2 നോക്കുന്ന സമയത്ത് phase 2-നും സെയിം ആണ്. നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് 6% ആണ്, $300. ആൻഡ് മിനിമം ട്രേഡിംഗ് ഡേയ്സ് 4 days ഉണ്ട്. ഈ ഒരു ചാലഞ്ച് phase 2 ഞാനൊരു 7 days ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് എൻ്റെ റൂൾസ് വിട്ടിട്ട് ഞാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇവിടുത്തെ കൺസിസ്റ്റൻസിയും 35% ഉണ്ട്. സ്റ്റിൽ എനിക്ക് ആ ഒരു 34.53%-ൻ്റെ അകത്ത് ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതായത്
ഞാൻ ഒരു ദിവസം ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എപ്പോഴും $105 താഴെ ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ സെയിം സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സെയിം റിസ്ക് മാനേജ്മെൻറ്റ് റൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ള ആകെ USD മാത്രമാണ്. USD, USD. വേറെ ഒരു പെയറും ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. ഓക്കെ, വേറെ ഒരു ഇൻഡെക്സും ഞാനിവിടെ ട്രേഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് USD മാത്രമാണ് വൺ പെയർ. ഓക്കെ, ആൻഡ് സ്ട്രാറ്റജി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്രോ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഫേസ്റ്റ് ഡേ, ഓക്കെ, എനിക്ക് അക്കൗണ്ട് കിട്ടിയത് 3-ാം തീയതിയാണ്, ജൂൺ 3-ാം തീയതിയാണ്. സോ 3-ാം തീയതി നോക്കി കഴിഞ്ഞാൽ ഒരു $144 ലോസ് കാണാം. സോ $144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3% ലോസാണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് റൂൾസിൽ ഞാൻ ഒരു ദിവസം 2 ലോസ് മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്യണത് 1% ആയിരിക്കും. ഒരു ദിവസം 2 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും ട്രേഡ് ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൂൾസിൻ്റെ അഗെയിൻസ്റ്റ് പോയി. 2 ട്രേഡ്സ് എനിക്ക് ലോസ് വന്നു, 2% ഡൗൺ ആയി. ബട്ട് അഗെയിൻ ഒരു ട്രേഡ് കിട്ടിയപ്പോൾ ഞാൻ കയറി, അതും എനിക്ക് എന്തായി ലോസായി, 3% ലോസായി. ബട്ട് സ്റ്റിൽ എനിക്ക് അവിടെ 1% കൂടെ എൻ്റെ മാക്സ് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ഒരു 1% കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹിറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു, എനിക്ക് ആ ഒരു മാക്സ് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്തിട്ടില്ല, 1%-ൻ്റെ ഇതവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ 3 ട്രേഡ്സിൽ ഞാൻ അന്നത്തെ ഡേ എൻഡ് ചെയ്തു. സോ നെക്സ്റ്റ് ഡേ നോക്കുവാണെങ്കിൽ അതൊരു ബ്രേക്ക് ഈവൻ ഡേ ആയിരുന്നു, ജസ്റ്റ് ഒരു $0.5 പ്രോഫിറ്റ്. ആൻഡ് 5-ാം തീയതി നോക്കുവാണെങ്കിൽ അന്നൊരു $99 പ്രോഫിറ്റ് ആയിരുന്നു, അതായത് 2% പ്രോഫിറ്റ്. ആൻഡ് 6-ാം തീയതി നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു $10 പ്രോഫിറ്റ് ആയിരുന്നു. പിന്നെ 7-ാം തീയതി നോക്കുവാണെങ്കിൽ അന്ന് ട്രേഡ് ഇല്ല. 8-ാം തീയതി നോക്കുവാണെങ്കിൽ അന്നും ട്രേഡ് ഇല്ല. പിന്നെ ട്രേഡ് വന്ന 9-ാം തീയതിയാണ്. സോ 9-ാം തീയതി നോക്കുവാണെങ്കിൽ $105 പ്രോഫിറ്റ് കാണാം, 2% പ്രോഫിറ്റ്. ആൻഡ് 10-ാം തീയതി നോക്കുവാണെങ്കിൽ $48, ഒരു 1% പ്രോഫിറ്റ്. ആൻഡ് 11-ാം തീയതി നോക്കുവാണെങ്കിൽ $96, അഗെയിൻ ഒരു 2% പ്രോഫിറ്റ്. ആൻഡ് 12-ാം തീയതി നോക്കുവാണെങ്കിൽ എനിക്ക് ആ ഒരു എൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റിൽ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിരുന്ന ഒരു $88 ആണ്. അപ്പോൾ ആ ഒരു $88 ഒരു അഗെയിൻ ക്ലോസ് ടു ഒരു 2% 12-ാം തീയതി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു 12-ാം തീയതി ആ ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ചലഞ്ച് പാസ്സാകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാനിവിടെ 3 കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ചലഞ്ച് ആയിക്കഴിഞ്ഞാലും പേഴ്സണൽ അക്കൗണ്ട് ആയിക്കഴിഞ്ഞാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കിവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. സോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി. സോ സ്ട്രാറ്റജിയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അത് പ്രൈസ് ആക്ഷൻ ആവാം, അത് SMC ആവാം, അത് ICT ആവാം, അല്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആവാം. പക്ഷേ അത് മാർക്കറ്റിൽ വർക്ക് ചെയ്യണുണ്ട് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. സോ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വിൻ റേറ്റ് ഒന്നും വേണ്ട, ഒരു 90% വിൻ റേറ്റോ ഒരു 80% വിൻ റേറ്റോ ഒന്നും വേണ്ട. നമുക്കൊരു ആവറേജ് ഒരു 40 to 60% വിൻ റേറ്റ് കിട്ടണം. ഓക്കെ, ആവറേജ്, അതിൽ കൂടുതലോ കുറവോ ഒന്നും വേണ്ട, ഒരു ആവറേജ് ഒരു 40 to 60% വിൻ റേറ്റ് വേണം. പിന്നെ എത്ര വലിയ സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യണില്ലെങ്കിൽ പിന്നെ അതിനകത്ത് കാര്യമില്ല. സോ റിസ്ക് മാനേജ്മെൻറ്റിലോട്ട് വരുന്ന സമയത്ത് റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്കായിട്ട്, അല്ലെങ്കിൽ എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്യണത് 1%. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരു ദിവസം 2 ലോസ് വന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ പിന്നെ ട്രേഡ് ചെയ്യത്തില്ല. അതായത് ഒരു ദിവസം എനിക്ക് 2% ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അന്ന് ട്രേഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോർമലി ഫണ്ടഡ് അക്കൗണ്ട്സിലോട്ട് വരുമ്പോൾ ആൾക്കാർ ഫെയിൽ ആവാനുള്ള 2 റീസൺ, ഒന്നുകിൽ മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മാക്സ് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യും. മോസ്റ്റ്ലി മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഈ മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം ഒരു 5% ലോസ് വരണം. അപ്പോൾ ഒരു ദിവസം 2% ലോസിൽ ആ ഒരു ദിവസം എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ ഒരു മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യത്തില്ല. പിന്നെ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ഡ്രോ ഡൗൺ ആണ്. സോ മാക്സ് ഡ്രോ ഡൗൺ മോസ്റ്റ്ലി 10% വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രേഡിൽ നമ്മൾ 1% റിസ്ക് എടുക്കുകയാണെങ്കിൽ 10 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് SL കിട്ടുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യണത്. അപ്പോൾ സെയിം ടൈമിന് ഇപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 5 ട്രേഡ്സ്, ഒരു ദിവസമല്ല ടോട്ടൽ ഒരു 5 ട്രേഡ്സ് SL കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 5%, ബാക്ക് ടു ബാക്ക് 5 ട്രേഡ്സ് SL കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 5% ലോസിലോട്ട് അല്ലെങ്കിൽ ഡ്രോ ഡൗണിലോട്ട് വെക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ റിസ്ക് റെഡ്യൂസ് ചെയ്യും. പിന്നെ ഞാൻ പെർ ട്രേഡ് റിസ്ക് ചെയ്യണത് 0.5% ആയിരിക്കും. അതായത് 0.5% ആയിരിക്കും പിന്നെ വരുന്ന ട്രേഡ്സിന് ഞാൻ റിസ്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ആ ഒരു മാക്സ് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ബാക്ക് ടു ബാക്ക് 10 ട്രേഡ്സ് SL കിട്ടുമ്പോഴായിരിക്കും എൻ്റെ മാക്സ് ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, സോ പറ്റുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജിയുടെ റൂൾസും റിസ്ക് മാനേജ്മെൻറ്റ് റൂൾസും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യും. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം,
ഇതുപോലെ ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച് കാര്യങ്ങളൊക്കെ പാസ്സാവാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച് കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇത്രയും ടെക്നിക്സ് മാത്രമാണ്. ഓക്കെ, സോ നിങ്ങളൊരു ആസ്പയറിങ് ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. സോ നമ്പർ 1, നിങ്ങളുടെ കയ്യിൽ ഒരു വർക്കിംഗ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. സോ നമ്പർ 2, നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, പ്രോപ്പറായിട്ടുള്ളൊരു റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ വേണം. പിന്നെ ലാസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് പേ ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, സോ അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയുടെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.